AM കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മളൊക്കെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് പുഴുക്ക് ബാക്കി വരുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ വേവിച്ച പുഴുക്ക്, ഉപ്പ്, മുളക്, മഞ്ഞൾ, പിന്നെ നാളികേരം, ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് ഒരു സവാള, ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു ലേശം കറിയിലിട്ടതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തു. പിന്നെ 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇത്രയാണ് എടുത്തത്. പിന്നെ വേവിച്ച പുഴുക്കും. അപ്പോൾ നമ്മളിതാ സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു. പിന്നെ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിതാ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളതെല്ലാം ചേർത്ത് കൊടുത്തു. കൂട്ടത്തിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചക്കയും ചേർക്കണം. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ചക്ക വേവിച്ചപ്പോൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്, എന്നാൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചീരയിലയാണ് എടുത്തത്. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഈ ചീരയിലയും കൂടെ ഇതിലേക്ക് ചേരുമ്പോൾ. അപ്പോൾ തണ്ടില്ലാത്ത ചീര അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കൈവച്ച് നന്നായി ഒന്ന് ഞെരടിക്കെടുത്ത് ആ ഉപ്പൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് നന്നായി മിക്സാക്കി എടുത്തു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ചക്കപ്പുഴുക്കും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞൊരു ചക്കയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും കട്ടയില്ലാതെയാണ് നമുക്കിത് ഇതിലേക്ക് ചേർക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നന്നായി മിക്സാക്കി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ ഇനി ഞാനിത് ഓരോ ഉരുളകളാക്കി ചെറുതായി നമ്മുടെ വടേൻ്റെയോ അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെയൊക്കെ പരുവത്തിലൊന്ന് ചെറുതാക്കി ഒന്ന് പരത്തിയെടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ബ്രെഡിൻ്റെ പൊടിയിൽ ഇതുപോലെ എല്ലാ വശത്തും ബ്രെഡ് പൊടി ആവുന്ന രീതിയിലൊന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചതൊന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഞാനിതാ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. സ്റ്റൗ എല്ലാം കത്തിച്ചു. ഇനിയിപ്പോൾ ഇത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഓയിലിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ചട്ടിയൊക്കെ നന്നായി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തു. അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കട്ട്ലറ്റോ വടയോ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മറുഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഭാഗവും നമുക്കിതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഇത് കണ്ടല്ലോ, ചെറിയ തീയിലാവുകൊണ്ടാണ് ഇത് ഇങ്ങനെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയത്. മറ്റേ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും തീ കൂടുതലായാൽ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ലല്ലോ. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്തൊക്കെ അതിൻ്റെ ആ പാകത്തിനൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചക്ക വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചക്ക കട്ട്ലറ്റ് ആയാലും ചക്ക വട ആയാലും സംഗതി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.